അതെ, ഈ വണ്ടിയും വഴി ഇട്ടിട്ട് നടക്കാൻ കുറെ നേരമായല്ലോ. ഷോർട്ട് കട്ടാ. ചെറിയമ്മ പറഞ്ഞ അനുസരിച്ചാണ് ഈ വഴി നേരെ കയറി ചെല്ലുന്ന തിരുമേനയുടെ വീട്ടിലേക്ക്. നല്ല ബെസ്റ്റ് ഷോർട്ട് കട്ടാ. ഈ പോകുന്നതിന് വല്ല ഗുണം ഉണ്ടാവുമോ? ചെറിയമ്മ പറഞ്ഞ എന്താണെന്നറിയോ, കണ്ണുദോഷം മാറ്റി തിരുമേനയുടെ അത്രയും പ്രഗത്ഭന് ഈ കേരളത്തിൽ വേറെ ആരുമില്ല. ഇനി അതിൽ ഒരേ ഒരു പ്രതീക്ഷ. എല്ലാം ഒന്ന് പച്ച പിടിച്ച് വന്നായിരുന്നു, പക്ഷെ ആകെ അങ്ങ് തകടം പറഞ്ഞല്ലേ. ഒന്നും പറയേണ്ട തിരുമേനി, ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു. 4-5 വർഷം മുമ്പ് ചെറിയൊരു ബിസിനസ് തുടങ്ങിയതാ. അത് കയറി അങ്ങോട്ട് പച്ച പിടിക്കുകയും ചെയ്തു. പിന്നത്തെ കാര്യം തിരുമേനിക്ക് അറിയാമല്ലോ. ചുറ്റും എല്ലായിടത്തും കണ്ണാ തിരുമേനി. കഴിഞ്ഞ മാസം ഞങ്ങൾ പഴയ കാറ് വിറ്റിട്ട് പുതിയ കാറ് വാങ്ങിച്ചത്. ഇങ്ങനെ കൂട്ടുകാരെ കാണിക്കാന്ന് പറഞ്ഞ് ജംഗ്ഷനിൽ പോയിട്ട് വരുന്ന വഴിക്ക് എന്റെ ടയറും പഞ്ചർ ചെയ്ത് മരത്തിൽ ഓടിച്ചു. ബിസിനസ് മൊത്തത്തിൽ അങ്ങ് മടുപ്പായി. കൂടെ ആക്സിഡന്റ്, അതിൻ്റെ കൂടെ ആശുപത്രി, പിന്നെ പിള്ളേർ പഠിപ്പ്, പോക്കറ്റ് മൊത്തം കാലിയായി. തിരുമേനി എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടു തരണം. ബിസിനസ് നല്ല രീതിയിൽ പൊക്കോണ്ടിരുന്ന സമയത്ത് പലയിടങ്ങളിൽ നിന്ന് വാങ്ങിച്ച സ്വർണ്ണം അതിന് ആകെ കയ്യിലുള്ളത്. ആ സ്വർണ്ണം വിറ്റ് എങ്ങനെയെങ്കിലും ബിസിനസ് ശരിയാക്കാന്ന് വെച്ചാൽ ഒരു ജോലിക്കാർക്കും സ്വർണ്ണം വേണ്ട. എല്ലാവരും അവർ വിറ്റ സ്വർണ്ണം മാത്രമേ തിരിച്ചെടുക്കുള്ളൂ. അല്ലാതെ എടുത്താലോ ഉള്ള വിലയും തരത്തില്ല. നിങ്ങളിപ്പോൾ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അച്ചായൻസ് ഗോൾഡാണ്. എവിടുന്ന് വാങ്ങിച്ച സ്വർണ്ണമാണേലും എത്ര പഴകിയ സ്വർണ്ണമാണേലും നിങ്ങളുടെ സ്വർണത്തിന് അച്ചായൻസ് ഗോൾഡ് ഏറ്റവും നല്ല വില തരും. അച്ചാൻസ് ഗോൾഡോ? അതങ്ങ് പാലായില്ലല്ലേ? എന്നാര് പറഞ്ഞു? ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം എന്നിവിടങ്ങളിലായി അച്ചായൻസ് ഗോൾഡിന്റെ 50-ൽ പരം ബ്രാഞ്ചുകളാണ് നിലവിലുള്ളത്. ഇതുള്ളതാണോ തിരുമേനി? എന്റെ പൂജയ്ക്ക് ഞാൻ ഗ്യാരണ്ടി ഒന്നും തന്നില്ലെങ്കിലും അച്ചായൻസ് ഗോൾഡിന്റെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി തരും. മറ്റേ കണ്ണുദോഷത്തിന്റെ കാര്യം ഞാൻ ചെയ്തു. എനിക്ക് കീഴടങ്ങാത്ത ഒരു കണ്ണുദോഷം ഈ പ്രപഞ്ചത്തിൽ. അത് മതി, വലിയ ഉപകാരം തിരുമേനി. നന്നായി വരട്ടെ. ദക്ഷിണ ഇങ്ങോട്ട് വെച്ചോളൂ. അല്ല തിരുമേനി, ഞങ്ങളുടെ ക്യാഷ് ആയിട്ടില്ല, ജിപേ ചെയ്താൽ മതിയോ? അയ്യോ, ജീപ്പേ പോലെ എന്റെ സാധാരണ പോകണം. അല്ല തിരുമേനി, ഇത്രയും കാലത്ത് വേറെ നല്ല ഫോൺ നിർത്തില്ലേ? 1.5 ലക്ഷം രൂപയുടെ ഫോണാ കയ്യിലിരുന്നത്. ആ ഫോണും കൊണ്ടൊരു വീട്ടിൽ പൂജയ്ക്ക് പോയതാ. ആ വീട്ടിലെ പയ്യൻ പറയാ, സൂപ്പർ ഫോണാണല്ലോ തിരുമേനി. പറഞ്ഞു തീർന്നില്ല, കയ്യിലിരുന്ന ഫോൺ ദാണ്ട കിടക്കുന്ന ഹോമകുണ്ടത്തിൽ. മൊത്തം കണ്ണാന്നേ.